വയനാട് ഇരട്ട തുരങ്കപാതയുടെ ഭാവി എന്ത്? ഇടതുമുന്നണി സർക്കാരിന്റെ പ്രത്യേകിച്ച് പിണറായി വിജയന്റെ സ്വപ്ന പദ്ധതിയാണ് വയനാട് തുരങ്കപാത. ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നായി കഴിഞ്ഞ സർക്കാർ ഉയർത്തിക്കാട്ടിയതും ഈ പദ്ധതിയാണ്. എന്നാൽ മുന്നറിയിപ്പുകൾ കണ്ടില്ലെന്ന് നടിച്ചതോടെ വലിയ ദുരന്തത്തിന് വയനാട് വീണ്ടും സാക്ഷിയായി. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായാണ് തുരങ്കപാത ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ മുതൽ വയനാട്ടിലെ മേപ്പാടി വരെ ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയാണിത്. കോഴിക്കോട് മറുപ്പുഴ മുതൽ വയനാട്ടിലെ മീനാക്ഷിപ്പാലം വരെ 8.73 കിലോമീറ്ററാണ് തുരങ്കത്തിന്റെ നീളം. ഇരട്ട ട്യൂബ് തുരങ്കമാണ് വിഭാവനം ചെയ്യുന്നത്. ഓരോ ട്യൂബിലും 2 വീതം ലൈനുകൾ ഉണ്ടായിരിക്കും. അതിനാൽ ആകെ 4 ലൈൻ ഗതാഗതം സാധ്യമാകും. പദ്ധതി പൂർത്തിയായാൽ കോഴിക്കോട് വയനാട് യാത്രാ സമയം 1 മണിക്കൂർ കുറയും. താമരശ്ശേരി ചുരം റോഡിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാവും. ടൂറിസം, ചരക്ക് ഗതാഗതം എന്നിവയ്ക്കും പദ്ധതി ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി, കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ എന്നിവയുടെ ത്രികക്ഷി കരാറാണ് നിർമ്മാണത്തിന് രൂപീകരിച്ചിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി സംരക്ഷിക്കാൻ കർശന നിബന്ധനകളോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2134 കോടി രൂപ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന പാതയ്ക്കായി 33 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ 3ാമത്തെ തുരങ്കപാതയ്ക്കെതിരെ പരിസ്ഥിതി സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. വിശദമായ പഠനം നടത്താതെയാണ് നിർമ്മാണം തുടങ്ങിയതെന്ന് കാട്ടി വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയും രംഗത്തുണ്ടായിരുന്നു. ചൂരൽമല, പുത്തുമല, കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തം തുരങ്കം വരുന്ന മേഖലയാണ്. സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമാണ് പദ്ധതി നടപ്പാക്കേണ്ടതെന്നായിരുന്നു വി ഡി സതീശന്റെ അഭിപ്രായം. ഇപ്പോഴുണ്ടായ അപകടം ക്ഷണിച്ചു വരുത്തിയതാണെന്ന് മന്ത്രിമാർ തന്നെ വിശദീകരിക്കുന്നു. കരാർ കമ്പനിയായ കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ മണ്ണ് മാറ്റാത്തതാണ് അപകടമുണ്ടായത്. ഇക്കാര്യം നേരത്തെ തന്നെ പൊതുമരാമത്ത് വകുപ്പും ജില്ലാ ഭരണകൂടവും മുന്നറിയിപ്പ് നൽകിയെന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ മുന്നറിയിപ്പിൽ മാത്രം ഉത്തരവാദിത്തം ഒതുക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. മണ്ണ് എങ്ങോട്ട് മാറ്റുമെന്നതിൽ കമ്പനി ആശങ്ക രേഖപ്പെടുത്തിയെന്നാണ് ചില ഉദ്യോഗസ്ഥർ പറയുന്നത്. ടൺ കണക്കിന് മണ്ണ് ഒരു ടാർപോളിൻ കൊണ്ട് മൂടിയിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 25-ന് ചേർന്ന യോഗത്തിൽ എടുത്ത തീരുമാനം പക്ഷേ നടപ്പായില്ല. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പദ്ധതി എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് പ്രധാന ചോദ്യമാണ്. അപകടമുണ്ടായ സാഹചര്യത്തിൽ പദ്ധതിക്കെതിരായ നിലപാടുകൾക്ക് കൂടുതൽ ശക്തി വരും. പദ്ധതി എങ്ങനെ പോകണമെന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിശദമായി പരിശോധിക്കുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ വ്യക്തമാക്കിയത്. അതായത് 4 വർഷം കൊണ്ട് പണി തീർക്കാൻ നോക്കുന്ന പദ്ധതിയുടെ ഭാവി മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ആശ്രയിച്ചായിരിക്കും.